ആചാരങ്ങളുടെ വൈവിധ്യം കൊണ്ടും ആരാധകരുടെ ബാഹുല്യം കൊണ്ടും ഉത്തര കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം. കർക്കിടകം ഒഴികെയുള്ള 11 മാസങ്ങളിൽ ചിങ്ങമാസത്തിലെ നന്ദാർദീപവും തുലാം മാസത്തിലെ പത്താമുദൈവം തുടങ്ങി മറുപുത്തരി, തേങ്ങയേറ്, അടിച്ചുതളി, കൂട്ടം, ഭരണി മഹോത്സവം, പൂരോത്സവം വരെയുള്ള വൈവിധ്യമാർന്ന അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ഈ ക്ഷേത്രം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് 2 തവണകളിലായി നടക്കുന്ന കലങ്കനിപ്പ് മഹോത്സവം. കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസകനായ ദൂതൻ തീയ സമുദായത്തിൽപ്പെട്ട തൃക്കണ്ണാടപ്പന്റെ കലശക്കാരന്റെ വീട്ടിൽ തങ്ങിയെന്നും കയ്യിലുണ്ടായിരുന്ന പൊക്കണവും ചൂരൽക്കോലും മഞ്ഞൾ പൊതിയുടെ സഞ്ചിയും അവിടെ സൂക്ഷിച്ചുവെന്നും അതേ വീട്ടിലെ വൃദ്ധയായ സ്ത്രീയിൽ നിന്ന് പുത്തൻകലവും ഉണക്കലരിയും വാങ്ങി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയെന്നും തിളച്ചുപൊങ്ങിയ കഞ്ഞിവെള്ളത്തിൽ ദേവതയുടെ രൂപം ദർശിക്കാനായി എന്നും വിശ്വാസം. ഇതിന്റെ അനുസ്മരണമായാണ് പാലക്കുന്ന് ക്ഷേത്രത്തിൽ കലങ്കനിപ്പ് ഉത്സവം നടത്തുന്നത്. ഏറെ ഭക്തിനിർഭരമായ ചടങ്ങാണ് കലങ്കനിപ്പ് ഉത്സവം. വ്രതമെടുത്ത സ്ത്രീകൾ പുതിയ മൺകലത്തിൽ വ്രതാനുഷ്ഠാനത്തോടെ തന്നെ വീട്ടിൽ കുത്തിയെടുത്ത പച്ചരി, ശർക്കര, കുരുത്തോല, നാളികേരം, അടയ്ക്ക, വെറ്റില തുടങ്ങിയ നിവേദ്യ സാധനങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കുന്നു. പച്ചരിയിൽ 1 നാഴി പൊടിച്ചതായിരിക്കണം. ഇത്രയും സാധനങ്ങൾ പുത്തൻകലത്തിലിട്ട് വാഴയില കൊണ്ട് മൂടിക്കെട്ടി ഭക്തിപുരസരം തലയിലേന്തി സ്ത്രീകൾ കൂട്ടം കൂട്ടമായി നഗ്നപാതരായാണ് ക്ഷേത്രസന്നിധിയിലെത്തുക. ചന്ദ്രഗിരിക്കും ചിത്താരിപ്പുഴയ്ക്കും മധ്യേയുള്ള തീയ സമുദായത്തിൽപ്പെട്ട എല്ലാ വീടുകളിൽ നിന്നും ഈ നിവേദ്യ സാധനങ്ങൾ ഇത്തരത്തിൽ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തിക്കുന്നു. സമുദായക്കാർക്ക് പുറമെ അന്യജാതിക്കാരും മതക്കാരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിക്കുന്ന സാധനങ്ങൾ വൈകിട്ടോടെ നിവേദ്യമായി തിരികെ നൽകുന്നു.